നമ്മുടെ ഇന്ത്യൻ സമൂഹം ഒരു ശ്രേണീകൃതമായ അധികാരഘടന നിലനിൽക്കുന്ന സമൂഹമാണ് ഇപ്പോഴും. സ്ത്രീകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമെല്ലാം ആ അധികാര ശ്രേണിയുടെ ഏറ്റവും താഴെത്തട്ടിൽ തന്നെയാണ് വരുന്നത്. ഒരുപാട് ഉച്ചനീചത്വങ്ങളും വിവേചനങ്ങളും അസമത്വങ്ങളും ഒക്കെ നിറഞ്ഞ സാമൂഹ്യ അന്തരീക്ഷമാണ് ഇവിടെ നിലനിന്നിരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളോളം അതങ്ങനെയായിരുന്നു. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്നിട്ട് 3/4 നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ആയിരക്കണക്കിന് വർഷങ്ങൾ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനങ്ങൾക്കുണ്ട്. ആ നിലയിൽ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ്. പ്രത്യേകിച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പണച്ചെലവുള്ള ഒരു സർഗാത്മക ആവിഷ്കാരമാണ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടുന്ന സാമ്പത്തിക പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ്. സ്ത്രീകളും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ അധ്വാനം കൊണ്ട് സമൂഹത്തിന് വളരെയേറെ സംഭാവന ചെയ്യുന്നവരാണ്. ആ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടാനുള്ള ലിഷർ പോലും അവർക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ മേഖലകളിലൊക്കെ വളരെയേറെ ശോഭിക്കാൻ കഴിവുള്ള നൈസർഗികമായിട്ടുള്ള കഴിവുകൾ ലഭിച്ചിട്ടുള്ള വിഭാഗങ്ങൾ കൂടിയാണ് അവർ. അപ്പോൾ ആ നിലയിൽ അവർക്ക് സിനിമയുടെ മേഖലയിൽ മാത്രമല്ല സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കടന്നു വരുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകാനും പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ. അതുകൊണ്ട് ഗവൺമെന്റ് സാംസ്കാരിക വകുപ്പ് നടത്തുന്ന ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നമ്മുടെ വനിതകളായ സംവിധായകർ ഈ ഫണ്ടിങ്ങിന്റെ ഭാഗമായി നിർമ്മിച്ച അവരെ സംവിധാനം ചെയ്ത 4 സിനിമകൾ ഞാൻ കാണുകയുണ്ടായി. 4ഉം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വളരെ കലാത്മകമായിട്ടുള്ള സിനിമകളായിരുന്നു. അതുമാത്രമല്ല, അവ ഒന്ന് കണ്ടാൽ നമ്മളൊരിക്കലും ഈ പറഞ്ഞ പോലുള്ള അഭിപ്രായം പറയില്ല. വളരെ മികച്ച സിനിമകളായിരുന്നു അവയെല്ലാം തന്നെ. ഈ ക്യാമറയുടെ നോട്ടം എന്ന് പറയുന്നത് മെയിൽ ഗെയ്സാണ്, പുരുഷ നോട്ടമാണ് എല്ലാ കാലത്തും. ഇതുവരെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ചില ബദൽ നോട്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നീതിരഹിതമായിട്ട് ആട്ടി ഓടിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകളും അവരുടെ ആസ്പിറേഷൻസ്, അവരുടെ സങ്കല്പനങ്ങൾ, അവരുടെ ഭാവനകൾ ഇതൊക്കെ ആവിഷ്കരിക്കാനുള്ള സ്പേസ് നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എൻ്റെത്. പോസിറ്റീവായ പുരോഗതി ഉണ്ടെന്ന് പറയാം. നമ്മൾ ചർച്ചയാണല്ലോ, അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ധാരണയിൽ എത്തിയതിനു ശേഷം അതിനെ പറ്റിയ അഭിപ്രായം പറയുന്നതാകും ഉചിതം. സർവകലാശാലയോട് ബന്ധപ്പെട്ട് വിവിധ പ്രതിസന്ധികൾ ഇതിനോടൊപ്പം തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സാഹചര്യം സർക്കാർ ഗവർണർ പോര് അത് രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് പറയുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണല്ലോ ഏർപ്പെട്ടിട്ടുള്ളത്. പരിഹരിക്കപ്പെടുമല്ലോ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും. നമ്മുടെ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിയെ കരുതി ഗവൺമെന്റ് അതിന്റെ പ്രയോറിറ്റി സെക്ടറായിട്ട് എടുത്തിട്ടുള്ള മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. നല്ല നിലയിലുള്ള സാമ്പത്തിക വിന്യാസവും ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 6000 കോടി രൂപ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അതുപോലെ ഗുണനിലവാര വർധനവിന് വേണ്ടി അക്കാഡമിക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. സമഗ്രമായ കരിക്കുലം പരിഷ്കരണം നടന്നിട്ടുണ്ട്. 4 ഇയർ UG പ്രോഗ്രാം വിജയകരമായ നിലയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പ്രതിഫലനങ്ങൾ ക്യാമ്പസുകളിൽ കാണുന്നു. അതിനുവേണ്ട നല്ല സാക്ഷ്യപത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നു. NIRF റാങ്കിങ്ങിലും NAC അക്രഡിറ്റേഷനിലും മികച്ച പ്രകടനം, മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ സർവകലാശാലകൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ആ ഒരു എക്സലൻസ് നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് സർക്കാരിന്റെ നിലപാട്.